ഈ വീഡിയോയിൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് തന്നെ താഴെ കാണാൻ കഴിയും, ഞാനിവിടെ താഴെ വെച്ചിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ ഡീലിലേക്ക് മുന്നോട്ട് വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ബോംബിംഗ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്ന് ആയത്തുള്ള ഖമനേയി ഒരു രീതിയിലും അമേരിക്കയുമായിട്ട് ഒരു നെഗോസിയേഷനും പോകുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു വെച്ചത്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നതിനെ തുടർന്നാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ വളരെ കർശനമായിട്ടുള്ള രീതിയിൽ ഒരു താക്കീത് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക അഥവാ ഇറാന്റെ മേളിൽ ആക്രമണം നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ UK ആ ദ്വീപിലുള്ള, അതായത് UK അണ്ടറിലുള്ള ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ആ ഒരു ദ്വീപില് UK ബേസ് ഇറാൻ ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് ഇറാൻ ഡയറക്റ്റ് ത്രെട്ട് UK കൊടുത്തിരിക്കുന്നത്. അതായത് അമേരിക്ക ആരെ അടിച്ചാലും, അമേരിക്ക അഥവാ ഇറാനിൽ ബോംബിടുന്നുണ്ടെങ്കിൽ ഇറാൻ ചെയ്യുക ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾ ആരാണോ അവരുടെ കൂടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇറാൻ. അത് ശരിക്കും ഒരു പേടി കാരണം വിളിച്ചു പറയുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അമേരിക്കയുടെ B2 ബോംബർ ഇപ്പോൾ അവിടെയാണ് ഷെൽട്ടർ ചെയ്തിരിക്കുന്നത്. അതായത് ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിലാണ് ഇപ്പം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇറാനിൽ നിന്നും ഒരു 3000 കിലോമീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് മിനിമം ഉണ്ടാവും. ഇറാന്റെ കയ്യിൽ 2000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകളാണ് കയ്യിൽ ഇപ്പോൾ ഉള്ളത്. തൽക്കാലം 3000 കിലോമീറ്റർ പരിധി വരെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള മിസൈലുകൾ ഇറാന്റെ ഉള്ളിൽ ഉള്ളതായിട്ട് ഇതുവരെ അങ്ങനെ ഒരു കൺഫർമേഷൻ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. 2000-2500 കിലോമീറ്റർ ഒക്കെ അവർക്ക് ഒരു പക്ഷേ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം. അത് തന്നെ ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ മിസൈൽ ഫയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. കാരണം ഇത്രയും ലെങ്തി ആയിട്ട് ട്രാവൽ ചെയ്ത് വരികയല്ലേ, അപ്പൊ അതിനുള്ള ടൈം ലൈൻ എടുക്കും. ആ ഒരു ടൈം ലൈൻ മതി ഡിസ്ട്രോയേഴ്സിനൊക്കെ കൃത്യമായിട്ട് ഇതിനെ ടാർഗറ്റ് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ ഒരു വാചക കസർത്ത്, അതായത് ഞങ്ങൾ അങ്ങ് ഡീഗോ ഗാർസിയ ഐലൻഡ് വരെ ചെന്ന് അറ്റാക്ക് ചെയ്ത് കളയും എന്നുള്ള ആ ഒരു ഡയലോഗിൽ ഇതേപോലത്തെ വെട്ടിത്തരങ്ങളാണ് ഇറാൻ ഇരുന്ന് ഇങ്ങനെ വിളമ്പുന്നത്. ഇവരിങ്ങനെ പുറത്ത് വിളമ്പുന്ന കാര്യങ്ങളാണ് ഇവരെ കുറിച്ച് കൂടുതൽ എക്സ്പോസ്ഡ് ആയി പോകുന്നത്. ഇവർ തന്നെയാണ് ഇവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നത്. UK കൺട്രോളിലുള്ള ഡീഗോ ഗാർസിയ ഐലൻഡ്, ഇന്ത്യൻ ഓഷനിലുള്ള ഡീഗോ ഗാർസിയ ഐലൻഡ് വരെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള മിസൈൽസ് ഇറാന്റെ പക്കലുണ്ടെങ്കിൽ അവരത് പ്രൂവ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതുവരെ ഇറാൻ ആ രീതിയിലുള്ള ഡിസ്റ്റൻസിൽ ഒരു ആക്രമണം അവർ നടത്തിയിട്ടില്ല. അപ്പൊ അതവർ നടത്തി കാണിക്കണം. നടത്തി കാണിച്ചിട്ട് വേണം ഈ ഡയലോഗ് ഒക്കെ പറയാൻ. ഏതെങ്കിലും ഒരു 3000 എബോവ് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ ഒരു പരീക്ഷണം നടത്തുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് പോയിന്റിലേക്ക് ആക്രമണം നടത്തിയോ അവര് ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ വെറുതെ കഥവും പൂട്ടി വെച്ചിട്ടിരുന്ന് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. ഇറാൻ ഒരു അവസാനത്തെ അവസരമാണ്. ഇതിൽ ഇറാൻ ഈ ഒരു കച്ചിത്തുറുമ്പിൽ കയറി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടി കിട്ടും. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിസൈസ് ആക്രമണങ്ങളായിരിക്കും എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതുപോലെ മാക്രോൺ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഗാസയിലെ വാർ എങ്ങനെയും ഒന്ന് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ലെബനാന്റെ ഉള്ളിൽ ഞാനും കൂടെ ഒത്തുചേർന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം കണ്ടെത്താം എന്നാണ് മാക്രോൺ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. മാക്രോണിന്റെ ആശങ്ക വേറെ ഒന്നുമില്ല, ലെബനാന്റെ ഉള്ളില് ഫ്രാൻസിന്റെ ഒരുപാട് അസറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാക്രോൺ ഈ തത്രപ്പാടൊക്കെ പെടുന്നത്. കാരണം മാക്രോണിന്റെ താല്പര്യങ്ങൾ ലെബനാന്റെ ഉള്ളിൽ സംരക്ഷിക്കപ്പെടണം, അതാണ് മാക്രോണിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനെ വിളിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഈ വിഷയങ്ങളൊന്നും ഫ്രാൻസിന്റെ താല്പര്യത്തിനൊത്തല്ല ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ താല്പര്യം പൂർണ്ണമായിട്ടും ഗാസ എന്താണെന്നും ഇസ്രായേലിനുള്ളിൽ വരുന്ന തീവ്രവാദ ആക്രമണങ്ങൾ എവിടെ നിന്നാണെന്നും ഇതൊക്കെ ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇത് ഫ്രാൻസിനെ ഒരു രീതിയിലും ബാധിക്കുന്ന വിഷയങ്ങളല്ല. പിന്നെ യുദ്ധം നടക്കുമ്പം പലരുടെയും അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ നശിപ്പിക്കപ്പെടും, പലർക്കും അതിൽ ലോസ് സംഭവിക്കും. അത് തന്നെയാണല്ലോ ഈ യുദ്ധം എന്ന് പറയുന്നത്. ലെബനാൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന് സംഭവിക്കുന്നതിനേക്കാളും കൂടുതൽ നഷ്ടം എന്തായാലും ഫ്രാൻസിന് സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്രോൺ ഈ രീതിയിൽ സെൽഫിഷ് ആയിട്ട് പെരുമാറും. അത് പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും മാക്രോണിന് ആ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ആൻസർ ആണ് നെതന്യാഹു കൊടുത്തിരിക്കുന്നത്. ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കോമഡി ഒന്നും പറയുന്നതല്ല, മൂന്നാമത്തെ പ്രാവശ്യവും എനിക്ക് മത്സരിച്ച് പ്രസിഡന്റ് ആവാൻ കഴിയുമോ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ അതിന്റെ ഓപ്ഷൻ അന്വേഷിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ ഒരു 4 വർഷമല്ല, ഇനി ഒരു ഇലക്ഷനിലും കൂടെ പങ്കെടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അതാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള എന്റെ ഒരു അറ്റംപ്റ്റ് ആണെന്നാണ് പറയുന്നത് പുള്ളി. ഇസ്രായേലിന്റെ നെസറ്റിനുള്ളിൽ ഇന്ന് ക്യാബിനറ്റ് വോട്ടിംഗ് ആണ് നടന്നത്. ഈ ക്യാബിനറ്റ് വോട്ടിംഗിൽ വെച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വിഷയങ്ങളാണ്. ഒന്ന്, ഹമാസിന്റെ മേളിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഇടുക. ഇപ്പൊ എന്താണോ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ IDF വെച്ച് തന്നെ ഹമാസിന്റെ മേളിൽ നല്ല രീതിയിലുള്ള പ്രഷർ ഇടുക. അതുപോലെ തന്നെ
ഗാസയെ ഫുൾ ആൻഡ് ഫുൾ ഗാസയുടെ സെക്യൂരിറ്റി കൺട്രോൾ മൊത്തത്തിൽ ഇസ്രായേലിന്റെ കീഴിൽ കൊണ്ടുവരിക. ഇത് അങ്ങ് തുടർന്ന് അങ്ങ് അറ്റം വരെ, അതായത് ഇനി അതിൽ യാതൊരു ചോദ്യമില്ല, ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ അതിനകത്ത് വരാൻ പാടില്ല. ഹമാസ് അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോകണം. അതുപോലെ തന്നെ ഇസ്രായേൽ അതിന്റെ സെക്യൂരിറ്റി, ഇസ്രായേൽ ഗാസയുടെ ഫുൾ ആൻഡ് ഫുൾ സെക്യൂരിറ്റി ഏറ്റെടുക്കണം. ഈ ഒരു റെസൊല്യൂഷനാണ് നെസറ്റിനുള്ളിൽ സംസാരിക്കപ്പെട്ടത്. ഇത് ഏകപക്ഷീയമായിട്ട് വോട്ടിട്ട് പാസ്സാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. ഹമാസ് 2-3 ദിവസം കൊണ്ട് തന്നെ പല രീതിയിൽ വളഞ്ഞും തിരിഞ്ഞും പല രീതിയിലും കാല് പിടിച്ചും കാല് പിടിക്കാതെയും പല രീതിയിൽ അവര് ഫ്ലെക്സിബിൾ ആണ്, ഞങ്ങള് അമേരിക്ക പറഞ്ഞ പോലെയുള്ള ഡീലിന് മുന്നോട്ട് പോകാൻ തയ്യാറാണ്, ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കാം, ഈ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ബന്ദികളെ വിട്ടയക്കാൻ എന്തിനാണ് പറയുന്നത്? അങ്ങ് വിട്ടയച്ചോളൂ, അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ വിട്ടയക്കോ വിട്ടയക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു, ആ നിലപാട് നിങ്ങൾ വിട്ടയക്കൂ വിട്ടയക്കാതിരിക്കൂ എന്നുള്ള ഒരു കെയർലെസ് ആയിട്ടുള്ള നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത് ഹമാസിനെതിരെ. ഇത് ഹമാസിന് കൊടുക്കുന്ന പ്രഷർ ചെറുതല്ല. കാരണം ഈ ഹമാസിന് ഗാസയ്ക്കുള്ളിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ കിട്ടുന്നുണ്ട്. ഹമാസ് ഇന്ന് ഗാസയ്ക്കുള്ളിൽ തന്നെ ഒരു പാലസ്തീനിയെ അവർ തന്നെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹമാസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് ഈ ഒരു കൊലപാതകം അവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഹമാസിന്റെ സ്വന്തം ജനങ്ങളെ തന്നെ അവര് ഒരു രീതിയിലുള്ള കൺസേണും ഇല്ലാതെയാണ്, ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പശ്ചാത്താപം ഇല്ലാത്ത രീതിയിലാണ് ഈ ഗാസക്കാരോട് തന്നെ ഈ ഹമാസ് പെരുമാറുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈജിപ്ഷ്യൻ ഈ ഒരു ബ്രദർഹുഡ് ഐഡിയോളജി എന്ന് പറയുന്നത്. അവർക്ക് ഐഡിയോളജിയാണ് നമ്പർ 1, ബാക്കിയെല്ലാം നെക്സ്റ്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഏതാണ്ട് ഗാസയ്ക്കുള്ളിൽ 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് IDF ആക്രമണത്തിൽ. അതായത് തീവ്രവാദികളെ ഒളിപ്പിച്ചു വെക്കുന്ന ഏരിയകൾ നോക്കിയിട്ടാണ് IDF ആക്രമണം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫോഴ്സ്, അതായത് IDF ഗ്രൗണ്ട് ഫോഴ്സ് എക്സ്പാൻഷൻ എന്നുള്ള നിലയിൽ സൗത്ത് ഗാസയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള സെർച്ചും അതേപോലെ ആക്രമണങ്ങളാണ് ഇന്ന് IDF നടത്തിയത്. ഇത് ഇപ്പം തികച്ചും ഇത് റഫ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫുൾ ഫോഴ്സിൽ IDF ഗാസയ്ക്കുള്ളിൽ ടോപ്പ് ടു ബോട്ടം എൻഡ് ടു എൻഡ് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗാസ മാത്രമാണ് ഇതിനകത്ത് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു സ്ഥലം ഇങ്ങനെ ടച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഹമാസ് ഭീകരർ ഉള്ളത്. അപ്പൊ ഇത് നോർത്ത് സൗത്ത് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് അറ്റ് ദ എൻഡ് ഇത് സെൻട്രൽ ഗാസയിൽ പോയി നിൽക്കും. ആ സെൻട്രൽ ഗാസയിൽ പോയി നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കൺഫ്രന്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്കുള്ള ടൈം ലൈൻ ആണ് എത്ര ആഴ്ച കൊണ്ട് ഇത് വളരെ ക്വിക്കായിട്ട് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് മൊത്തത്തിൽ ഇസ്രായേൽ നോക്കിയിരിക്കുന്നത്. നയീം കാസിം ഹിസ്ബുള്ളയുടെ ലീഡറാണ്. അപ്പം കുറെ നാളായിട്ട് പുള്ളി എവിടെയാണ് എന്താണ് ഏതാണെന്ന് ഒരു വിവരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇപ്പൊ കുറെ മാസങ്ങൾക്ക് ശേഷം പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ കുറച്ച് കൺസേൺ കാണിക്കണം, അതായത് ലെബനാന്റെ ഉള്ളിൽ നിങ്ങൾ കൂടുതൽ അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും രംഗത്ത് ഇറങ്ങും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, കാരണം ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നയീം കാസിം അഥവാ ഹിസ്ബുള്ള ഒരു രീതിയിലും ഇസ്രായേലിനെതിരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടത്താനുള്ള ഒരു കെൽപ്പിലല്ല ഇപ്പോൾ ഉള്ളത്. അവർക്ക് ആ കപ്പാസിറ്റി ഇല്ല. കാരണം ആ കപ്പാസിറ്റി ഇല്ലാതെ പോയതിന്റെ ഉദാഹരണമാണ് തൊട്ടപ്പുറത്തിരുന്ന് അസാദ് റെജീം തകർന്നു വീണതും അവിടെ HTS കയറിയിരിക്കുന്നതും. അപ്പൊ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. കാരണം ഒരു ചെറിയൊരു സെക്ടിനെ പോലും ഇവർക്ക് ഒരു HTS എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെക്ടിനെ പോലും നേരിടാൻ കഴിവില്ലാത്തൊരവസ്ഥയിലാണ് ഹെസ്ബുള്ള ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ആ ഒരു ഹെസ്ബുള്ള ഇസ്രായേലിനെ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇതേപോലെ സ്റ്റേറ്റ്മെന്റുകളും പിന്നെ ഇടയ്ക്ക് മറക്കൊക്കെ 1-2 റോക്കറ്റുകളൊക്കെ വിടാം. അതിലുപരിയായിട്ട് ഒന്നും തന്നെ ഹിസ്ബുള്ളയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആയത്തുള്ള ഖമനേയി ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന, അതായത് ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനകളെ പുള്ളി പ്രാർത്ഥനയായിട്ടല്ല അതിനെ കാണുന്നത്, അതിനെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു പ്രാർത്ഥനയ്ക്കിടയിൽ ഈ കൊടുക്കുന്ന പ്രസംഗത്തിലൂടെ പൊളിറ്റിക്കൽ ഇന്റൻഷൻ നിറഞ്ഞ രീതിയിലുള്ള പ്രസംഗമാണ് പുള്ളി നടത്തുന്നത്. അതിലൂടെ ആ രാജ്യത്തിലുള്ള ജനങ്ങളെ, ആ വിശ്വാസത്തിന്റെ പേരിൽ സ്വാധീനിച്ച് മതത്തിനുപരിയായിട്ട് ഒരു പാട്രിയോട്ടിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയെ ഉപയോഗിക്കുന്നത്, ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് ചില ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇറാന്റെ ഉള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. കാരണം ഈ മതപരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ IRGC റെജീം തന്നെ ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു മതഭരണകൂടം തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ ജനങ്ങൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അവരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് അവരെ ഭരിക്കേണ്ടത് എന്നുള്ളത്. അവർ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ IRGC ആയാലും ഈ ഖമനേയി ആയാലും അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും മന്ദബുദ്ധികൾ എന്ന് നമ്മൾ പറയേണ്ടത് ഇറാന്റെ ജനങ്ങളെ തന്നെയാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മതഭരണകൂടത്തിനെ, തീവ്ര നിലപാടുള്ള ഭരണകൂടത്തിനെ എടുത്തിങ്ങനെ വെച്ചിരിക്കുന്നത്. 1979 തുടങ്ങിയ കളിയാണ് ഇത് ഇറാന്റെ ഉള്ളിൽ, ഇതുവരെ അവസാനിച്ചിട്ടില്ല.
അതാണ് ഇതിനെല്ലാം തന്നെയുള്ള കാരണം എന്ന് പറയുന്നത്. ഇറാനിൽ ജനിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം നീ ഇനി അമേരിക്കക്കുള്ളിൽ വരണ്ട, നീ കാനഡയിലല്ല ഏത് രാജ്യത്തു നിന്നും അമേരിക്കയുടെ ഉള്ളിൽ വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ ബൈ ബർത്ത് ഇറാനിയൻ കാനഡിയൻ സിറ്റിസൺ, ഇതാണ് പുള്ളിയുടെ ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയിലുള്ള ആളിനെ അമേരിക്കയുടെ ഉള്ളിലേക്ക് വരണ്ട എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്പർ 1. അതുപോലെ തന്നെ അലബാമ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു ഇറാനിയൻ റിസർച്ച് സ്റ്റുഡന്റിനെ ഇന്ന് ഡിറ്റൈൻ ചെയ്തിരിക്കുകയാണ് അമേരിക്ക. അപ്പൊ ഇതുപോലെ ചില സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ഡീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഇവർക്ക് അവരുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഈ ഒരു സംഘടനകൾ, അതായത് അമേരിക്കയുടെ ഉള്ളിൽ തീവ്രവാദ പട്ടികയിൽ പെടുത്തിയിരിക്കുന്ന കുറെ സംഘടനകളുണ്ട്, ആ സംഘടനയുമായിട്ടുള്ള കണക്ഷൻസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ, അപ്പൊ ആ രീതിയിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഈ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിരത്തി പിടിച്ച് എല്ലാവരെയും പിടിച്ച് ഡീറ്റെയിൻ ചെയ്യുന്നതല്ല. പല സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ അലബാമ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളാണ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അമേരിക്കയിൽ ഒരു ക്ലെൻസിങ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്ക ഹെസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ സോഴ്സുകൾ മൊത്തത്തിൽ കണ്ടെത്തി അതിനെ മൊത്തം സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അത് ഹെസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ നിന്നെല്ലാം ഫണ്ട് അമേരിക്കയിൽ നിന്നും ലെബനാനിലേക്ക് പോയിട്ടുണ്ടോ ഇതെല്ലാം ഫുൾ രേഖകൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്തി ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്, ആ ഒരു ലിസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസും ഇതേപോലെ സാങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തകൃതിയായിട്ട് ഇറാന്റെ മേളിൽ പ്രഷർ ഇട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രൊസീജിയറുകളാണ് അമേരിക്ക ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഒരു പ്രൊസീജിയർ ഹാർഡനിങ് ചെയ്യുന്നതാണ്, അതായത് ഇനിയും ഈ ഒരു പ്രൊസീജിയറുകൾ കൂടുതൽ കടുക്കും എന്നാണ് പറയുന്നത്. അതായത് ഇറാന്റെ മേലുള്ള നിലപാട്, ഇറാൻ, ഹിസ്ബുള്ള എല്ലാം തന്നെ ഇവരെല്ലാം ചെയിൻ ഓഫ് ആക്ട് ആണ്. അപ്പൊ ഈ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റിയിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ തന്നെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനു പുറമെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക പല രീതിയിലുള്ള സാങ്ഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഇടുന്നുണ്ട്, ഞങ്ങളുടെ ഓയിൽ എക്സ്പോർട്ട് ഞങ്ങൾ ഇപ്പോഴും തകൃതിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇറാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കട്ടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയും, പക്ഷേ അവരുടെ ഫുൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എത്രമാത്രം ഇപ്പോൾ ഓയിൽ മേഖലയിൽ ഒരു കുറവ് രേഖപ്പെടുത്തുന്നു, എക്സ്പോർട്ടിങ്ങിൽ കുറവ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇനി ഒരു 2-3 മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ ഡേറ്റ പുറത്തു വരുന്നത് വ്യക്തമായിട്ട്. ഇപ്പൊ അവർ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറാൻ ഇങ്ങനെ പല രീതിയിലുള്ള ബോൾഡ് സ്റ്റേറ്റ്മെന്റുകളും ഇടാറുണ്ട്, പലപ്പോഴും അവരിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡീപ്പ് റൂട്ടിൽ നമ്മൾ പോയി അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.